നോമ്പിലെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ആണ്. യേശു കർത്താവിൻ്റെ യാത്രക്കിടയിൽ വഴിയരികെ സംഭവിക്കുന്ന ഒരത്ഭുതമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ കാണുവാനായിട്ട് സാധിക്കും. യേശു എരിഹോവിന് അടുക്കുകയാണ്. യേശു കർത്താവിൻ്റെ യാത്ര യെരുശലേമിലേക്കുള്ള യാത്രയാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ക്രൂശിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ വളരെയധികം ആളുകൾ യേശു കർത്താവിനെ പിൻപറ്റുന്നു. ഏറെ ബഹളത്തോടെ യേശു കർത്താവിനോടൊപ്പം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ അന്ധനായ ഒരു മനുഷ്യൻ, അവൻ ഈ ബഹളമെല്ലാം കേൾക്കുന്നു. അവൻ ചോദിക്കുന്നു, എന്താണ് ഇത്ര ബഹളമയമായ അന്തരീക്ഷം? അപ്പോൾ യേശു കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്നവർ പറയുകയാണ്, നസ്രയനായ യേശു ഈ വഴി പോകുന്നു. അവൻ ഒരു കേൾവി കേൾക്കുന്നു. കാഴ്ചശക്തി ഇല്ലാത്തവൻ കേൾവി കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിച്ച് പറയുകയാണ്. ആരും അവൻ്റെ വാക്ക് കേൾക്കുന്നില്ല. പല ആളുകളും അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. നീ ഇത്ര ബഹളം വെച്ചാലും ഈ വലിയ ബഹളത്തിനിടയ്ക്ക് അത് മുങ്ങിപ്പോകത്തേ ഉള്ളൂ എന്ന് പറയുന്നു. ഒരു കോർട്ടിൽ ബാസ്ക്കറ്റ് ബോൾ ഡ്രിബിൾ ചെയ്യുന്നത് പോലെ അവനെ എത്രമാത്രം അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം അവൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കൂടി വരികയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിച്ച് പറയുന്നു. ആ ശബ്ദം കേട്ട് യേശു കർത്താവ് തൻ്റെ യാത്രയിൽ നിൽക്കുകയാണ്. ഏറെ തിരക്കുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു നിൽക്കലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിസ്സഹായാവസ്ഥയിലുള്ള ഒരാൾ വിളിക്കുമ്പോൾ അതിനെ കേൾക്കുവാൻ, നമ്മുടെ വേഗത കുറയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. യേശു കർത്താവ് അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയുന്നു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരേ ഒരാവശ്യമേ അവൻ്റെ മനസ്സിലുള്ളൂ. അതവൻ പറയുകയാണ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഇന്ന് ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായി നമ്മോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം പറയുവാൻ നമുക്കുണ്ടോ? അതോ ഒരുപാട് കാര്യങ്ങളാണോ ദൈവത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ തന്നെ യേശു കർത്താവ് അവന് സൗഖ്യം നൽകുകയാണ്. അവൻ്റെ ഇഷ്ടം പോലെ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ഇവിടെ ഈ വേദഭാഗം പറയുന്ന ഒരു കാര്യം, അവൻ തൻ്റെ പുതപ്പും വിട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് സൗഖ്യം പ്രാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ കാണുമ്പോൾ അതുവരെ അഭയമായിരുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കണം. പിന്നീട് അതിമനോഹരമായി സുവിശേഷകൻ പറയുന്നു, ഈ കുരുടൻ്റെ യാത്ര എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടിയുള്ള യാത്രയാണ്. ഈ യാത്ര തുടക്കത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ക്രൂശിലേക്കുള്ള യാത്രയാണ്. അതിൽ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഈ മനുഷ്യന് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തിരക്കേറിയ ജീവിതയാത്രകളിൽ ഒന്ന് നിൽക്കുവാൻ, മറ്റുള്ളവൻ്റെ നിസ്സഹായമായ അപേക്ഷകൾ കേൾക്കുവാൻ, അവൻ്റെ നിലവിളി ശ്രദ്ധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. അങ്ങനെ യേശു കർത്താവിലൂടെ സൗഖ്യം പ്രാപിച്ച് ക്രിസ്തുവിനെ പിൻപറ്റുന്നവരായി തീരുവാൻ ഈ നോമ്പുകാലം വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.